ആശാ വർക്കേഴ്സിനെതിരായ പരാമർശത്തിൽ CITU നേതാവ് KN ഗോപിനാഥിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. ആശാ വർക്കേഴ്സ് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ്. ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് നോട്ടീസ് അയച്ചത്. പരസ്യമായ ക്ഷമാപണം നടത്തണമെന്നും പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഈ നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. മേഘന, അപ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമര രീതി അത് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ സെക്രട്ടറിയേറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കാൻ പോകുന്നു. ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. മാർച്ച് 17-ാം തീയതിയാണ് ആ സമരം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ KN ഗോപിനാഥിനെതിരെയുള്ള നീക്കം അത് ഒരു വക്കീൽ നോട്ടീസായി പോകുന്നു എന്നൊരു തീരുമാനം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായും പ്രജിൻ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 29 ദിവസങ്ങൾ കഴിയുകയാണ്. അതായത് ആദ്യം ആരാരും ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ വലിയ ജനപിന്തുണ ലഭിക്കാതെ പോയൊരു സമയം. പക്ഷേ ഇപ്പോൾ ഈ 29 ദിവസങ്ങൾ കഴിയുമ്പോൾ അത് സമരത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തിയിട്ടുള്ളത്. അതായത് ഈ വരുന്ന മാർച്ച് 17-ന് ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് നീക്കാനുള്ള ഒരു സമര പരിപാടികളുമായിട്ടാണ് ഇപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പദ്ധതിയിടുന്നത്. അതായത് ഇപ്പോൾ പല ആവശ്യങ്ങൾ, ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഇത്തരം ആവശ്യങ്ങളൊന്നും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സർക്കാർ അതിനെ മുഖം തിരിച്ചു തന്നെ അത് പലതരത്തിലുള്ള സമരങ്ങൾ, നിയമസഭാ മാർച്ചടക്കമുള്ള, സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള, രാപ്പകൽ സമരമടക്കം ഈ 29 ദിവസങ്ങളായി നടത്തിയിട്ടും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ ഒരു സമര പരിപാടികൾ മാറുന്നു. അത്തരത്തിലാക്കിയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്താൻ തയ്യാറല്ല, അല്ലെങ്കിൽ പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശാ വർക്കർമാർ അറിയിക്കുന്നത്. കൂടാതെ ഇതിൽ ഇനിയും എത്ര ദിവസം ഇവിടെ സമരം ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എങ്ങനെ സമരം ഇരിക്കേണ്ടി വരും എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷേ ഈ സമരം തീരുന്നതുവരെ, സർക്കാർ ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആശാ വർക്കർമാർ അറിയിക്കുന്നത്. കൂടാതെ അതിൽ പ്രധാനമായും പറയുന്നത് ഇവർ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമല്ലെന്ന് അവർ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ KN ഗോപിനാഥിന്റെ അശ്ലീല പരാമർശത്തിനെതിരെ ആശാ വർക്കർമാർ പരാതിയുമായും വക്കീൽ നോട്ടീസുമായും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ സുരേഷ് ഗോപി സമരപന്തലിൽ ഒരു സഹായവുമായി എത്തുന്നു. അതിനെതിരെ കൊച്ചിയിൽ CITU നേതാവായിട്ടുള്ള KN ഗോപിനാഥ് നടത്തിയിട്ടുള്ള പരാമർശം, അതിനെതിരെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആശമാർ. എങ്ങനെയാണ്, എപ്പോഴാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്? അതിൽ കൂടുതൽ പറയുന്നത് എന്തൊക്കെയാണ്? വക്കീൽ നോട്ടീസ് രാവിലെ അയച്ചത് നമ്മുടെ കേരളത്തിലെ 26,125 ആശമാരെ അപമാനിച്ചതിന് തുല്യമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 10 കോടി രൂപ മാനനഷ്ട പരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പ്രജിൻ, അത് തന്നെയാണ്. അതായത് ഇവർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഏത് വിധേനയും ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും. അതിൽ മറ്റൊരു ഘട്ടത്തിലേക്ക്, ഒരു വലിയ തൊഴിൽ സമരത്തിന്റെ മറ്റൊരു ഘട്ടം പിന്നിടാനാണ് ഇപ്പോൾ ആശാ വർക്കർമാർ പദ്ധതിയിടുന്നത്. അത് മാർച്ച് 17-ന് ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന നിലയിൽ സംഘടിപ്പിക്കുമെന്നും ഇപ്പോൾ ആശാ വർക്കർമാർ അറിയിക്കുന്നു.